അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ കണ്ട, വാട്ട് ഡിഡ് ഗാന്ധിജി എക്സോർട്ട് ദ പീപ്പിൾ ടു ഡു? എന്താണ് ജനങ്ങളോട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്? ബി നോട്ട് അഫ്രൈഡ്, പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി സോ സഡൻലി ആസ് ഇറ്റ് വേർ ദ ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ വാസ് ലിഫ്റ്റഡ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗാന്ധിജി ക്യാൻ റിമൂവ്ഡ്, അല്ലെങ്കിൽ ഗാന്ധിജി കുഡ് റിമൂവ്, അല്ലെങ്കിൽ ഗാന്ധിജി വാസ് ഏബിൾ ടു റിമൂവ് ദ ഫിയർ ഫ്രം ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. എങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പേടി തുടച്ചു മാറ്റാൻ ഒരു പരിധിവരെ ഗാന്ധിജിക്ക് സാധിച്ചു. ഫ്രം പീപ്പിൾ ഷോൾഡേഴ്സ്, നോട്ട് ഹോളി ഓഫ് കോഴ്സ്, കംപ്ലീറ്റ്ലി എന്തായാലും തുടച്ചു മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും പകുതി വരെയൊക്കെ സാധിച്ചു. ബട്ട് ടു ആൻ അമൈസിങ് ഡിഗ്രി, അതും ഒരു വലിയൊരു ലെവലിൽ തന്നെ, വണ്ടർഫുൾ ഡിഗ്രിക്ക് തന്നെ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, ഗാന്ധിജിക്ക് ആ പേടി മാറ്റാൻ സാധിച്ചു. ഇനി ഗാന്ധിജി പറയാം, ഫിയർ എന്ന് പറഞ്ഞത് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്, ഭയത്തിൻ്റെ വളരെ അടുത്ത കൂട്ടാളിയാണ് കാപട്യം. അതാണ് ഫാൾസ്ഹുഡ് എന്ന കാപട്യം, തെറ്റ്. സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്, അപ്പോൾ സത്യം പിന്തുടരുന്ന നിർഭയത്വത്തെയാണ്, പേടിയില്ലായ്മയാണ്. സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, നമ്മൾ സത്യം മാത്രം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഒരാളെയും പേടിക്കേണ്ടി വരില്ല. നമ്മൾ കള്ളത്തരത്തിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും പേടിക്കേണ്ടി വരും, കാരണം എപ്പോഴാണ് പിടിക്കപ്പെടുക എന്നറിയില്ല. ദ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വേർ. പക്ഷേ ഇന്ത്യൻ ജനങ്ങൾ എപ്പോഴും എങ്ങനെയായിരുന്നു, അവർ ട്രൂത്ത്ഫുൾ ആയിരുന്നില്ല, ഇതിനേക്കാൾ അവർ ഒരുപാട് ദെൻ ദേ വേർ, അവർ ശരിക്കും നല്ലൊരു ട്രൂത്ത്ഫുൾ ആയിരുന്നു ഒരുപാട് പേര്. നോ ഡിഡ് ദേ ചേഞ്ച് ദെയർ എസെൻഷ്യൽ നേച്ചർ ഓവർനൈറ്റ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യക്ഷമായ മാറ്റം ഒരു രാത്രി പുലരുമ്പോഴേക്കും എന്തെല്ലാം പറ്റി, ഇന്ത്യക്കാരെല്ലാം സത്യസന്ധരായി എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇന്ത്യൻ ജനങ്ങൾ മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വേർ, അവർ സത്യസന്ധരേക്കാൾ കൂടുതലൊരു ഫാൾസ്ഹുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അവരെല്ലാവരും സത്യസന്ധരായി നമുക്ക് പറയാൻ സാധിക്കില്ല. നെബേർത്ത്ലെസ്, അതിനേക്കാൾ ഉപരി എ സീസ് ചേഞ്ച് വാസ് വിസിബിൾ ആസ് ദ നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. എങ്കിലും പ്രത്യക്ഷമായൊരു മാറ്റം അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. എങ്ങനെയാണ് മാറ്റാൻ സാധിച്ചത്? ഒരു സീ ചേഞ്ചാണ് കാണാൻ സാധിച്ചത്, ഒരു കടൽ മാറ്റം തന്നെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഫാൾസ്ഹുഡും ഫർട്ടീവ് ബിഹേവിയർ എന്നൊരു മോശം സ്വഭാവമാണ് കേട്ടോ. വിസിബിൾ ആസ് ദ നീഡ് ഫോർ ഫാൾസ്ഹുഡ് ആൻഡ് ഫർട്ടീവ് ബിഹേവിയർ കുറച്ചൊക്കെ ലെസൺ ചെയ്തു. ലെസൺ മീൻസ് കുറഞ്ഞു. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. അത് ശരിക്കും എങ്ങനെയായിരുന്നു, ഒരു മാനസികമായ മാറ്റം തന്നെയാണ്, മാനസികമായൊരു പരിവർത്തനം തന്നെയാണ് അവിടെ സംഭവിച്ചത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ ടു സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് ഹാഡ് probed deep into the patient's past, found out the origins of his complexes, exposed them to his view, and thus rid him of that burden. ഗാന്ധിജിയെ ഒരു എക്സാമ്പിളായിട്ടാണ് അവിടെ ജനങ്ങൾ കാണുന്നത്. ഇങ്ങനെയായിരുന്നത് ഒരു മാനസികമായൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഒരു മാനസികമായുടെ പരിവർത്തനമാണ് ഗാന്ധിജി ചെയ്തത്. കാരണം കാപട്യത്തിൻ്റെ സഹായം ഇനിയും അവർക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. അതെങ്ങനെയാണ് ഗാന്ധിജി കണ്ടുപിടിച്ചത്, ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് വരുത്തിയത്? സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്, ചില എക്സ്പേർട്സ് ഉണ്ടാവും, അതായത് സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് ചെയ്യുന്ന ചില എക്സ്പേർട്ട്, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നവർ, അവർ ഒരു പേഷ്യൻറ്റിൻ്റെ രോഗത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹാഡ് എ പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു പേഷ്യൻസ് പാസ്റ്റ്, അവരുടെ പേഷ്യൻറ്റിൻ്റെ ആ രോഗിയുടെ ഭൂതകാലത്തെക്കുറിച്ച് അവർ ചൂഴ്ന്നിറങ്ങി അന്വേഷിക്കുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ആൻഡ് ഫൗണ്ട് ഔട്ട് ദ ഒറിജിൻ ഓഫ് ദിസ് കോംപ്ലക്സസ്, എന്നിട്ട് അവരുടെ പ്രശ്നത്തിൻ്റെ ഒറിജിൻ കാരണം അയാൾ തേടുന്നു. എക്സ്പോസ്ഡ് ദം ടു ഹിസ് വ്യൂ, എന്നിട്ടത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ആൻഡ് ദിസ് റിഡ് ഹിം ഓഫ് ദാറ്റ് ബർഡൻ, എന്നിട്ട് ആ ഭാരത്തിൽ നിന്ന് അവനെ മുക്തനാക്കുന്നു. എവിടെയും ഗാന്ധിജി അങ്ങനെയാണ് ചെയ്യുന്നത്. ഗാന്ധിജി ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. ശരിക്കും ഇവിടെ ജനങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു? ഫിയർ ആയിരുന്നു. ആ ഫിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഗാന്ധിജി ഒരുപാട് പ്രേരണകൾ നൽകി. ഏതുപോലെ? ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലേ, ഒരു സൈക്കോളജിസ്റ്റിനെ പോലെയാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ഇവരുടെ ഫിയറിനെ ഇല്ലാതാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ദർ വാസ് എ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ, ഒരു മാനസികമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദ ഫീലിംഗ് ഓഫ് ഷെയിം എന്ന് വെച്ചാൽ തങ്ങളെ തരം താഴ്ത്തുകയും ആക്ഷേപിക്കുകയും ചെയ്ത വിദേശ ശക്തികളുടെ ഭരണത്തിൽ കഴിയേണ്ടി വന്നതിൽ അവർ ലജ്ജിച്ചു. ആദ്യത്തെ സംഭവം, ഈ നാണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു തെറ്റ് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ആദ്യം ജനങ്ങൾക്ക് തോന്നിയത് ഫീലിംഗ് ഓഫ് ഷെയിമാണ്, നാണക്കേട്, ലജ്ജ.
ആൻഡ് എങ്ങനെയായിരുന്നു ലോങ് സബ്മിഷൻ. അവർ ഒരുപാട് കാലം അടിച്ചമർത്തപ്പെട്ട ഒരു അലയൻ റൂളിലാണ്. അലയൻ റൂൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂൾ, ഫോറിൻ റൂളിലാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഫോറിൻ റൂൾ എങ്ങനെയായിരുന്നു? ദാറ്റ് ഹാഡ് ഡിഗ്രേഡഡ്, അവരെ തരം താഴ്ത്തിയിരുന്നു. ആൻഡ് ഹ്യൂമിലിയേറ്റഡ്, ഞങ്ങളെ അവഹേളിച്ചിരുന്നു. അതിൽ നിന്നും ഒരു ബോധം ഉണ്ടാക്കിയെടുത്തത് ഗാന്ധിജിയാണ്. അപ്പം ഞങ്ങൾക്ക് ശരിക്കും ലജ്ജ തോന്നി എന്ന് പറഞ്ഞു. ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ, പിന്നീട് അവർ ആഗ്രഹിക്കുകയാണ് എന്ത്, ഇനി ഒരിക്കലും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ അടിയറവ് വെക്കില്ല എന്നുള്ള ആ ഒരു സത്യം. ആൻഡ് നോ ലോങ്ങർ വേറെവർ ദ കോൺസിക്വൻസ് മസ്റ്റ് ബി, അതിൻ്റെ അനന്തരഫലം എന്ത് തന്നെ ആയാലും ഞങ്ങൾ ഇനി ഒരു ശക്തിക്ക് മുന്നിലും കീഴടങ്ങുകയില്ല എന്ന് പറഞ്ഞു. വി ഡി നോട്ട് ഗ്രോ മച്ച് മോർ ട്രൂത്ത്ഫുൾ പെർഹാപ്സ്, ഞങ്ങൾ അത്രയ്ക്ക് വലിയ സത്യസന്ധരൊന്നും ആയിരിക്കണമെന്നില്ല ദാൻ വി ഹാഡ് ബീൻ പ്രീവിയസ്ലി, കാരണം പാസ്റ്റിൻ്റെ അത്രയ്ക്ക് വലിയ സത്യസന്ധരാവണം എന്നൊന്നും ഞങ്ങൾക്ക് ഇല്ല. കാരണം അതുകൊണ്ട് തന്നെ സത്യത്തെക്കുറിച്ച് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത കാഴ്ചപ്പാടാവുന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഗാന്ധിജി വാസ് ഓൾവേസ് ദർ ബി എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. പക്ഷേ ഗാന്ധിജി ഒരു വ്യതിചലിക്കാനാവാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. നേരത്തെ പറഞ്ഞാൽ ഇൻഫ്ലെക്സിബിൾ ആയിരുന്നു ഗാന്ധിജി. ടു പുൾ അപ്പ് ആസ് ആൻഡ് ഷെയിം ആസ് ഇൻ ടു ട്രൂത്ത്. ശരിക്കും ഞങ്ങളെ ഈ നാണത്തിൽ നിന്നും അതുപോലത്തെ അവഹേളനത്തിൽ നിന്നും ഞങ്ങൾ ഏതിലേക്ക് നയിച്ചു? സത്യത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാത്മാഗാന്ധി. ഇതുവരെ നമുക്കിന്ന് എടുക്കാം. ഓക്കെ, ഇനി ട്രൂത്ത്, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സത്യം എന്താണെന്നുള്ളത് അടുത്ത ഭാഗങ്ങളിലായിട്ട് എടുക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് അക്കോർഡിംഗ് ടു ഗാന്ധിജി വാസ് ദ എസെൻഷ്യൽ കൾച്ചർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ അത്യാവശ്യം, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കാതൽ എന്തായിരുന്നു എന്നാണ്. എസെൻഷ്യൽ കൾച്ചർ എന്നാണ് സംസ്കാരത്തിൻ്റെ കാതൽ. അത്യാവശ്യമായിട്ട് വേണ്ടത് എന്തായിരുന്നു? ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നൈദർ ഹിന്ദു നോർ ഇസ്ലാമിക് നോർ ദ ഫ്യൂഷൻ ഓഫ് ഓൾ, അല്ലേ പറഞ്ഞാണ്. ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമല്ല, പകരം എല്ലാ മതത്തിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപമാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞത്. ഗാന്ധിജി ട്രൈ ടു ഗേവ് ഹിന്ദുയിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ. അതുപോലെ തന്നെ തൻ്റെ ഹിന്ദു പൈതൃകത്തിൽ ഗാന്ധിജി അഭിമാനം കൊണ്ടിരുന്നെങ്കിലും സത്യത്തിൽ നിലകൊള്ളുന്ന എല്ലാ മതങ്ങളും ഉൾപ്പെടുന്ന ഒരു സാർവത്രികമായ രൂപഭംഗി ഹിന്ദു മതത്തിന് നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഹിന്ദു മതത്തിലും ഏത് മതത്തിലാണെങ്കിലും സത്യം മാത്രം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഹി റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ലിസൻസ്. എന്നിരുന്നാലും സ്വന്തം സാംസ്കാരിക പൈതൃകത്തെ പരിമിതപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് ഗാന്ധിജിയുടെ സൈക്കോളജിക്കൽ റവല്യൂഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി എങ്ങനെയാണ് ഇത്രയും ജനങ്ങളെ ഒറ്റയടിക്ക് ആകർഷിച്ചത് എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്, അപ്പോൾ യാതൊരു അത്ഭുതകരവുമില്ല എന്നാണ് പറഞ്ഞത്. ദാറ്റ് അസ്റ്റോണിഷിംഗ്ലി ഐറ്റം, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഒരു ആശ്ചര്യജനകമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു വ്യക്തിയായിരുന്നു. വൈറ്റൽ, ഒരു ഇമ്പോർട്ടൻ്റ് മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആത്മവിശ്വാസം നിറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ. കൂടാതെ പിന്നെ ആൻഡ് അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, ഒരു പ്രത്യേക വീര്യം, ഒരു പ്രത്യേക ശക്തിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സ്റ്റാൻഡിങ് ഫോർ ഇക്വാലിറ്റി, അദ്ദേഹം നിലനിന്നതിന് വേണ്ടിയായിരുന്നു. ഈക്വാലിറ്റിക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി. ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത്. ആൻഡ് ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ. ഫാസിനേറ്റഡ് മീൻസ് അട്രാക്റ്റഡ്, അദ്ദേഹം ആകർഷിച്ചു. ദ മാസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനങ്ങളുടെ മുഴുവൻ, അതായത് ഭാരതത്തിലെ ജനലക്ഷങ്ങളെയാണ് അദ്ദേഹം ഒരു കാന്തത്തിലേക്ക് നിന്നുപോലെ ആകർഷിച്ചത്. ഏതുപോലെയാണ്? അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്, ഒരു കാന്തത്തെ പോലെയാണ് അദ്ദേഹം ആകർഷിച്ചത്. ഹി സെയിം ടു ബി ലിംഗം, ചില സമയത്ത് അദ്ദേഹം തോന്നിക്കാറുണ്ട് ഒരു ലിംഗാണെന്നുള്ളത്. എന്താ ലിംഗം എന്ന് പറഞ്ഞാൽ? ഒരു കണക്ഷൻ. എന്തിൻ്റെയൊക്കെയാ? പാസ്റ്റ് വിത്ത് ഫ്യൂച്ചർ, പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണക്ഷൻ. ദറ്റ് ഈസ് പ്രസന്റ്, അല്ലേ? ആൻഡ് ടു മേക്ക് ദ ഡിസ്മൽ പ്രസന്റ് അപ്പിയർ ജസ്റ്റ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. ഇപ്പോൾ ഗാന്ധിജി പറയുന്നത് ശരിക്കും എന്താണ്? പുത്തൻ പ്രതീക്ഷകൾ നിറഞ്ഞ ഭാവിയിലേക്ക് തങ്ങളുടെ ഭൂതകാലത്തെയും അതുപോലെ തന്നെ ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുന്ന കഷ്ടതകൾ നിറഞ്ഞ വർത്തമാനകാലം എന്ന ചവിട്ടുപടിയായിരുന്നു ഇന്ത്യക്കാർക്ക് ഗാന്ധിജി എന്ന് വെച്ചാൽ. കാരണം പ്രസന്റിൽ അവിടെ ഇന്ത്യക്കാർ ഒരുപാട് കാര്യങ്ങളാണ് അനുഭവിക്കുന്നത്. വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രതീക്ഷയുള്ള ഒരു ഭാവി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി അവിടെ നിന്നിരുന്നത്. Thus, he effected a vast psychological revolution. അങ്ങനെ ഗാന്ധിജി ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനമാണ് അവിടെ കൊണ്ടുവന്നത്. Only among those who followed his lead,
അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരെ മാത്രമല്ല, ബട്ട് ഓൺലി ഒപ്പോണൻസ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളോട് വരെ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവർക്ക് വരെ അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ ചേഞ്ചാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ് ഹു കുഡ് മേക്ക് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഡു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇന്ത്യക്കാർക്ക് ഗാന്ധിജി എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണം എന്നറിയാത്തവർക്കും തൻ്റെ മിത്രങ്ങൾക്ക് എന്ന പോലെ ശത്രുക്കൾക്കും ഇടയിൽ ഒരു മാനസികമായ വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. വളരെ മാനസികമായിട്ടൊരു വിപ്ലവമാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ആൻ എക്സെപ്റ്റ് ഫ്രം ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ആരെക്കുറിച്ചാണ്? ഗാന്ധിജിയെക്കുറിച്ച്. ഇവിടെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സൈക്കോളജിക്കൽ റെവല്യൂഷൻ ദാറ്റ് ഗാന്ധിജി ബ്രോട്ട് അബൌട്ട്. അപ്പോൾ ഗാന്ധിജി ഒരു എസ്റ്റോണിക്കലി വൈറ്റൽ മാൻ ആയിരുന്നു. സാധാരണമായ കരുത്തും ആത്മവിശ്വാസവും ഉണ്ടായിരുന്ന ഗാന്ധിജി ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ന്യൂട്രൽ കൈൻഡ് ഓഫ് പവർ, അല്ലേ? കൂടാതെ ഹി ഫാസിനേറ്റഡ് ദ മാസ് ഓഫ് ഇന്ത്യ ആസ് ഹി സ്റ്റുഡ് ഇക്വാളിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. ഒക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ തന്നെയാണ്. എല്ലാ ഇൻഡിവിജ്വലിന് വേണ്ടി വളരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഗാന്ധിജി നിലകൊണ്ടിരുന്നത്. ഹി അട്രാക്റ്റഡ് ലവ് ദം ലൈക്ക് എ മാഗ്നറ്റ് ടു ദം. അവർക്ക് എങ്ങനെയായിരുന്നു ഗാന്ധിജി? പുത്തൻ പ്രതീക്ഷകൾ, ഭാവിയിലേക്ക് നിറഞ്ഞ ഭാവിയിലേക്ക് തങ്ങളുടെ ഭൂതകാലത്തെയും അതുപോലെ തന്നെ ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കായിരുന്നു ഗാന്ധിജി. വർത്തമാനകാലത്ത് കർഷകർ, കഷ്ടതകൾ നിറഞ്ഞ വർത്തമാനകാലം എന്ന ചവിട്ടുപടിയായിരുന്നു ഇന്ത്യക്ക്. അത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞതാണ്. ഗാന്ധിജി വാസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. വളരെ ഇമ്പോർട്ടൻ്റ് വേർഡാണ്. ഒരു ചവിട്ടുപടിയാണ്. ഇങ്ങനത്തെ ചവിട്ടുപടി ഫ്യൂച്ചറിലേക്കുള്ളൊരു ചവിട്ടുപടി. കാരണം അതങ്ങനെ പറയാനുള്ള കാരണം ഈ ഫ്യൂച്ചർ, ഭാവി അവർക്ക് എന്തായിരുന്നു? ഫ്യൂച്ചറിൻ്റെ വളരെ പ്രതീക്ഷയായിരുന്ന ഹോപ്പും ജീവിതത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ഫ്യൂച്ചറിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു ഗാന്ധിജി. അവിടെയാണ് വാസ്റ്റ് സൈക്കോളജിക്കൽ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് കുറച്ച് ആക്ടിവിറ്റി 1 കൂടെ നിങ്ങളൊന്ന് ചെയ്യണം. ആക്ടിവിറ്റി 1 എന്ന് പറഞ്ഞാൽ മേക്ക് എ നോട്ട് ഓഫ് ദ എബോവ് പാസേജ് ആൻഡ് റീഡ് ദ പാസേജ് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. അൺസെർട്ടൈൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ. ഈ ഒരു നോട്ട് മേക്കിംഗ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതി നമുക്ക് എന്ത് ചെയ്യാൻ ഈ ചാപ്റ്ററെ കുറിച്ചൊരു വിവരണം കിട്ടാണ്. അപ്പോൾ അതിൽ അൺസെർട്ടൈൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജിയുടെ അൺസെർട്ടൈൻ കണ്ടീഷൻ. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയൊക്കെയായിരുന്നു? അപ്പോൾ ഒന്നിവിടെ ഹ്യൂമിലിയേഷൻ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഹ്യൂമിലിയേഷൻ മാത്രമല്ല, അൺഎംപ്ലോയ്മെൻറ്റ്, ഹോപ്പ്ലെസ്, അതുപോലെ തന്നെ പോവർട്ടി, സെപ്പറേഷൻ, ഹെൽപ്ലെസ് എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. ഇനി ഗാന്ധിജി, അറൈവൽ ഓഫ് ഗാന്ധിജി. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്താ കണ്ടത്? സോ പൊളിറ്റിക്കൽ ഫ്രീഡം ടേക്കിംഗ് എ ന്യൂ ഷേപ്പ്, അല്ലേ? പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യത്തിന് പുതിയൊരു ഷേപ്പ് കണ്ടു. അങ്ങനെ റിമൂവ് ദ ബാക്ക് പാൾ ഓഫ് ഫിയർ. ഭയം എന്ന പേടി ഗാന്ധിജി തുടച്ചു മാറ്റി. പിന്നെന്തൊക്കെയാണ് വന്നത്? പീപ്പിൾ വാണ്ടഡ് ഫ്രീഡം. ജനങ്ങൾ എന്ത് ചെയ്തു? ട്രൂത്ത് ഫോളോഡ് ഫിയർലെസ്നെസ് ഗാന്ധിജി ഇവിടെ പഠിപ്പിച്ചു. പീപ്പിൾ വാണ്ടഡ് ഫ്രീഡം. അപ്പോൾ ജനങ്ങൾ ആ ഡീഗ്രഡേഷനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ വില്ലേജേഴ്സ് മെയ്ഡ് അവെയർ ഓഫ് ദി എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ആദ്യം സ്റ്റോപ്പ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ഫാമേഴ്സ്. അദ്ദേഹം ഫാമേഴ്സിൻ്റെ ചൂഷണങ്ങളെ അവസാനിപ്പിക്കുകയും അതിൻ്റെ ടൈറ്റിൽസൊക്കെ എന്ത് ചെയ്തു? ഗിവണപ്പ് ചെയ്യുകയും ചെയ്തു. ഇനി ടീച്ചിങ് മെത്തേഡ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് മാത്രമായിരുന്നില്ല. പിന്നെന്തായിരുന്നു? നോൺ വയലൻസ് ആയിരുന്നു. നോൺ കോപ്പറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ റിഫ്യൂസൽ യൂസ് ഓഫ് ദി ഫോഴ്സ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 2 ഫോൾഡ് ആക്ഷൻസ് ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഒന്നാമത്തെ പറഞ്ഞു. രണ്ടാമത്തെ ഒന്നും കൂടി ഉണ്ടല്ലോ. എന്തായിരുന്നു ഇത്? റൈസിങ് ദ മയോറിറ്റി പ്രോബ്ലംസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ്, അല്ലേ? ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ് ആണ് ഇവിടെ രണ്ടാമത്തായിട്ട് വരുന്നത്. അതിൽ മയോറിറ്റി പ്രോബ്ലംസ് ഏതൊക്കെയാണ് വരിക? മയോറിറ്റി പ്രോബ്ലംസ് ഒന്നാമത്തത് റേസിംഗ് ഡിപ്രസ്ഡ് ക്ലാസ്സസ് ആൻഡ് റിമൂവിങ് അൺടച്ചബിലിറ്റി എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ദ മോൾഡിംഗ് ഓഫ് ഇന്ത്യ. ഇന്ത്യ, ഗാന്ധിജിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ, അതാണ് ഫസ്റ്റ്. ഈവൻ ദ പോറസ്റ്റ് ഷാൾ ഫീൽ ഇന്ത്യ ഇസ് ദെയർ ഓൺ കൺട്രി, ഓൾ ദ കമ്മ്യൂണിറ്റീസ് ഷാൾ ലിവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ആ പാരഗ്രാഫിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെയർ വിൽ ബി നോ ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, അൺടച്ചബിലിറ്റി, അതുപോലെ തന്നെ ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യുക? എടുത്ത് കളയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് എമൈസിങ് ക്വാളിറ്റീസ് ഓഫ് ഗാന്ധിജി. ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞതാണ്. ഒന്നാം ഫുൾ ഓഫ് കോൺഫിഡൻസ്, അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ, പിന്നെ കൂടാതെ എക്സംപ്ലറി ലീഡർഷിപ്പ്, അതിനേക്കാൾ ഉപരി ലൈക്ക് എ അട്രാക്റ്റഡ് ലൈക്ക് എ മാഗ്നറ്റ്, പിന്നെ ഒപ്പോണൻ്റ് അതുപോലെ തന്നെ
ശത്രുക്കൾക്കോ മിത്രങ്ങൾക്കോ ഒന്നും വ്യത്യാസമില്ലാതെ അദ്ദേഹം ആരായിരുന്നു ശരിക്കും ഒരു ഫാസിനേറ്റിംഗ് അമൈസിങ് പേഴ്സൺ ആയിരുന്നു എന്നുള്ളത്. ഈ ആക്ടിവിറ്റി 1 കഴിഞ്ഞു. അത് ടെക്സ്റ്റ് ബുക്ക് തന്നെ ചെയ്തു വയ്ക്കുക. നോട്ടിൽ ചെയ്യാനുള്ളത് വേറെ തരാം. ഓക്കെ. ഇനി ആക്ടിവിറ്റി 5 ആണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ആൻസർ എഴുതി തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലെറ്റർ ടു ദ എഡിറ്റർ. ഇതൊരു സംഭവം നിങ്ങൾ പഠിക്കുന്നതാണ്. എല്ലാ എക്സാമിനും എപ്പോഴും ചോദിക്കാറുണ്ട്. +1ലും +2ലും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്മൾ +1 പഠിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഈ മോഡൽ ഈ ഫോർമാറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എപ്പോഴും ആൻസർ എഴുതാൻ. ഫസ്റ്റ് നിങ്ങൾ ബോക്സ് വരയ്ക്കണം. കണ്ടല്ലോ, ഹിയർ ഈസ് എ സാമ്പിൾ ഓഫ് എ ലെറ്റർ ടു ദ എഡിറ്റർ എക്സ്പ്രസിങ് ആൻ ഇൻഡിവിജ്വൽസ് കൺസേൺ ഓവർ എ കോമൺ ഇഷ്യൂ. അപ്പോൾ ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിലേക്ക് ലെറ്റർ അയക്കുകയാണ്. നമ്മൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, അതായത് കോമൺ ആയിട്ടൊരു ഇഷ്യൂ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ വേണമെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിൽ, പൊതു ദുഃഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതി നമ്മൾ ന്യൂസ് പേപ്പറിലേക്ക് പബ്ലിക്കിനെ അറിയിക്കുക, അതല്ലെങ്കിൽ അതോറിറ്റീസിനെ അറിയിക്കുക. ഇതിലൂടെ ത്രൂ ന്യൂസ് പേപ്പർ. അതിനാണ് ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ലെറ്റർ ടു എഡിറ്ററിൻ്റെ ഫോർമാറ്റ് ആദ്യം നമ്മൾ ഫ്രം ആണ്. ഈ ഫ്രം എന്ന് പറഞ്ഞാൽ സെൻഡേഴ്സ് അഡ്രസ്സാണ്. സെൻഡേഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ്. ഇവിടെ നന്ദിനിയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മളാണ് അയക്കുന്നതെങ്കിൽ നമ്മളുടെ അഡ്രസ്സാണ് ഇവിടെ വയ്ക്കുക. നന്ദിനി പി അയാളുടെ വീട്ടുപേര് കൊടുത്തു, പിന്നെ ഇതൊക്കെ അഡ്രസ്സ്, പ്ലേസ് വരെ കൊടുത്തു. അത് കഴിഞ്ഞ് ഡേറ്റ് ഇതേപോലെ തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ അഡ്രസ്സീ, ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ്, അതാണ് ടു. അപ്പോൾ ഫ്രം മനസ്സിലായല്ലോ, ആരാണോ അയക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പേര് ഇവിടെ വെക്കുക, നമ്മുടെ അഡ്രസ്സ് വെക്കുക, പ്ലേസ് വെക്കുക, പിന്നെ അതുപോലെ തന്നെ താഴെ ഡേറ്റ് വെക്കുക. ഇനി ടു, ആർക്കാണോ അയക്കുന്നത് അയാളുടെ, ടു ദ എഡിറ്റർക്കാണ് അല്ലേ. അപ്പോൾ ന്യൂസ് പേപ്പറിലെ എഡിറ്റർക്കാണ് അയക്കുന്നത്. ദ സാനഡു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാനഡു എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ന്യൂസ് പേപ്പർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മലയാള മനോരമ എന്നോ ഹിന്ദുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ മാതൃഭൂമി എന്നോ ഈ ചന്ദ്രിക ഏത് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഹൈദരാബാദ്, അതിൻ്റെ എഡിറ്റോറിയൽ പ്ലേസ്. ഓക്കെ. അപ്പോൾ ഫ്രമ്മായി, ടു ആയി, ഡേറ്റും ഫ്രമ്മും ടു. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളായി. ഇനി ഇതിൻ്റെ ഇടയിലൊരു സംഭവം കൂടി കൊടുക്കാണ്ട് സബ്ജക്റ്റാണ്. അതിൽ വിട്ടുപോയതാണ് ഇവർ. സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ള കോമൺ ഇഷ്യൂ ആണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് കഴിഞ്ഞ് സർ എന്ന് കൊടുക്കണം. ആരോടാണോ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതാണ് സാല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി തുടങ്ങുക. ഐ ആം റൈറ്റിംഗ്, എല്ലാ ലെറ്ററും ഇതേ രീതിക്ക് തന്നെ തുടങ്ങണം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എക്സ്പ്രസ് മൈ കൺസേൺ എബൌട്ട് ദ ആർട്ടിക്കിൾ. ഇവിടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ന്യൂസ് പേപ്പറിൽ. എന്തായിരുന്നു ആ ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾ? ഇംഗ്ലീഷ് ഷുഡ് നോട്ട് ബി ടോത്ത് അപ്പ് ടു ക്ലാസ് 10. 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മെയ് 25 വന്നതാണ്. അതും മിസ്റ്റർ ശാന്താറാവു ആയിരുന്നു ആ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ട് എഴുതിയിരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ ലെറ്റർ അയക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഉണ്ടാവാം, ഒരു ന്യൂസ് പേപ്പറിലൊരു ന്യൂസ് വന്നതിന് ബേസ് ചെയ്തിട്ട് ലെറ്റർ അയക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം അഭിപ്രായമായിട്ട് വേണമെങ്കിലും ലെറ്റർ അയക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അയക്കാനുള്ള കാരണം, ഇവിടെ അയക്കാനുള്ള കാരണം, റീസൺ എന്തായിരുന്നു? ആ ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിലെന്താ പറഞ്ഞിരുന്നത്? ഐ വണ്ടർ വാട്ട് മെയ്ഡ് ഹിം റൈറ്റ് സച്ച് എൻ ആർട്ടിക്കിൾ, ഹൗ ക്യാൻ വൺ ഇഗ്നോർ. ഇവിടെ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കി എന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയാണ്. ഹൗ ക്യാൻ വൺ ഇഗ്നോർ ദ റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഫാസ്റ്റ് ഡെവലപ്പിംഗ് വേൾഡ്. ഇങ്ങനെ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ ലോകത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. ഫ്രം ദിസ് ആർട്ടിക്കിൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഹി ഹാസ് സം ഹിഡൻ അജണ്ട. അദ്ദേഹത്തിന് എന്തോ നിഗൂഢ രഹസ്യമുണ്ട്. In this fast developing world, even ordinary person thinks about giving better education to his or her children. കാരണം ഇന്നത്തെ ലോകത്ത് എല്ലാവരുടെയും വിചാരിക്കുന്ന സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ് ബീയിങ് ടോത്ത് ഇൻ ദ സാക്ഷരതാ ക്ലാസ്സസ് ആസ് വെൽ. അപ്പോൾ സാക്ഷരതാ ക്ലാസ്സിൽ വരെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ വേരിയസ് കോഴ്സസ് അറ്റ് എ ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഇംഗ്ലീഷ്. അവർക്കൊക്കെ അറിയണതാണ്. കാരണം
ഇപ്പോൾ തന്നെ അറിയാം 10ാം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ മീഡിയം ഓഫ് ഇംഗ്ലീഷ് ഏതാണ്, നമ്മൾ പഠിക്കുന്ന മാധ്യമം ഇംഗ്ലീഷാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണ് എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നത്? ഇംഗ്ലീഷാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് എ ഓൺലി ഗ്ലോബൽ ലാംഗ്വേജ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു ആഗോള ഭാഷയാണ്, അത് മാത്രമല്ല സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഭാഷ കൂടി ഇംഗ്ലീഷാണെന്നുള്ളത്. ഇറ്റ് ഷുഡ് ബി ടോത്ത് റൈറ്റ് ഫ്രം ദ ലോവർ ക്ലാസ്സസ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ പറഞ്ഞത് ഒരിക്കലും റൈറ്റ് അല്ല, ശരിയല്ല. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കണം. അങ്ങനെയാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ സാലുട്ടേഷൻ കഴിഞ്ഞു, റീസൺ ഫോർ റൈറ്റിംഗ് കഴിഞ്ഞു അല്ലേ. അതിൻ്റെ കാരണം ആദ്യത്തെ പാരഗ്രാഫിൽ 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് നമ്മൾ ലെറ്റർ അയക്കേണ്ടത്. ആദ്യത്തെ പാരഗ്രാഫിൽ റീസൺ വെക്കണം. രണ്ടാമത്തെ പാരഗ്രാഫ് ഫീലിംഗ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്, നമ്മളുടെ അഭിപ്രായങ്ങളും എന്തൊക്കെയാണ് നമുക്ക് ബാധിക്കാനുള്ളത് ആ സംഭവങ്ങൾ അറിയിക്കുക. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമുക്ക് നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും വയ്ക്കുക. അപ്പം ഇങ്ങനെ 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് ലെറ്റർ അയക്കേണ്ടത്. അത് ഒരൊറ്റ പാരഗ്രാഫിൽ വേണമെങ്കിൽ ചുരുക്കാം, ഇനി 3 പാരഗ്രാഫിൽ ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ലാസ്റ്റ് സബ്സ്ക്രിപ്ഷനാണ്. എല്ലാ ലെറ്ററിലുള്ളത് പോലെ തന്നെ ഇതിലും യുവേഴ്സ് ട്രൂലി, സിഗ്നേച്ചർ, പേര്. ഇതാണ് ST എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചറാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രമ്മും ടൂവും നമ്മൾ നന്നായി നോക്കണം, ഇതും പഠിച്ചു വെക്കണം. ഇതിലെ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ലെറ്റർ ടു ദ എഡിറ്റർ എന്നുള്ള സംഭവം എഴുതി വെക്കേണ്ടത്. ഇനി നിങ്ങൾ നൗ റെഫർ ടു 3 നാഷണൽ ഡെയിലീസ് ഓഫ് എ വീക്ക് ആൻഡ് കളക്ട് റിപ്പോർട്ട്സ് ഓൺ ഇൻസ്റ്റൻസസ് വെർ വിമൺ ആർ ഡിപ്രൈവ്ഡ് ഓഫ് അതർ റൈറ്റ്സ്. ദ അനാലിസിസ് ഹൗ ദ ഇഷ്യൂസ് ആർ റിലേറ്റഡ് ടു വിമൺ ആർ പ്രസൻറ്റഡ്. നിങ്ങൾ ചെയ്യേണ്ടത് 3 ആഴ്ച ഈ ഡെയിലീസ് പറഞ്ഞാൽ നാഷണൽ ഡെയിലീസ് എന്നാൽ ദേശീയ ന്യൂസ് പേപ്പറുകളാണ്. ആഴ്ചയിലെ 3 ന്യൂസ് പേപ്പറുകൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിമൻ്റെ അവകാശങ്ങൾ നിഷേധിച്ച് കൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് എങ്ങനെയാണോ ഈ ന്യൂസ് പേപ്പറിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടാവും. ആ പ്രസൻറ്റേഷൻ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ശാന്താറാവു അഭിപ്രായപ്പെട്ടില്ലേ, അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ ന്യൂസ് പേപ്പറിൽ വിമൺ ഇഷ്യൂവിനെ കുറിച്ചുണ്ടാവുക എഴുതിയിട്ടുണ്ടാവുക. അതിനെക്കുറിച്ചുള്ള നമ്മളുടെ അഭിപ്രായം റൈറ്റ് എ ലെറ്റർ ടു ദി എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ. ആ ന്യൂസ് പേപ്പറിലേക്ക് തന്നെ അയക്കണം. അബൌട്ട് ദ വേ ഇൻ വിച്ച് വിമൺസ് ഇഷ്യൂ ആർ പ്രസൻറ്റഡ്. സ്ത്രീകളുടെ പ്രശ്നം എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ഞാൻ മോഡൽ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കാൻ നോട്ടില്ല കേട്ടോ. അതിൽ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് സ്പേസ് ദ എഡിറ്റർ മേ എഡിറ്റ് യുവർ ലെറ്റർ. അപ്പോൾ നമുക്ക് നമ്മൾ അയക്കുന്ന ലെറ്റർ ആ എഡിറ്റർക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഒമിറ്റിംഗ് ദ അഡ്രസ് ആൻഡ് അതർ നെസറി ഡീറ്റെയിൽസ്. ഇതിൻ്റെ അഡ്രസ്സ് ഉൾപ്പെടുത്തണമെന്നില്ല, ഇവിടെ ഫ്രം എന്ന് എഴുതിയിട്ട് നെയിം പിന്നെ അഡ്രസ്സ് മാത്രം എഴുതിയാലും മതി. ബട്ട് വെൻ യു ഡ്രാഫ്റ്റ് എ ലെറ്റർ ടു എഡിറ്റർ യു ഷുഡ് റൈറ്റ് യുവർ ഫുൾ നെയിം ആൻഡ് അഡ്രസ്സ്. പരീക്ഷയുടെ സമയത്താണ് പറയണത് നെയിം ആൻഡ് അഡ്രസ്സ് മാത്രം എഴുതി വയ്ക്കുക, ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് എഴുതണ്ട എന്നുള്ളത്. പക്ഷേ ലെറ്റർ ടു എഡിറ്ററിലേക്ക് ലെറ്റർ അയക്കുമ്പോൾ നമ്മൾ ഫുള്ള് നെയിമും അഡ്രസ്സും വെക്കണം എന്നും പറയുന്നു കേട്ടോ. ഒറിജിനലായിട്ട് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് വെക്കുക, അതല്ല എക്സാമിന് ചെയ്യുകയാണെങ്കിൽ നെയിം അഡ്രസ്സ് എന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇത് ലെറ്റർ ഈ ഫോർമാറ്റ് പഠിച്ച് വെക്കുക. ഓക്കെ, ക്ലാസ് കേൾക്കുക, അറ്റൻഡൻസ് പറയാം. താങ്ക് യു.